എൻ്റെ കേസസ്, അതായത് ലൈഫ് ഓഫ് ഹക്കീം എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പുള്ളിക്കാരൻ ഇന്നലെ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റഗ്രാം ത്രൂ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി ഒരു മോഡലിനെ കുറിച്ചാണ് പറയുന്നത്. ബേസിക്കലി ആ വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ മോഡൽ പുള്ളിക്കാരൻ്റെ ഈ ഫെയിം, പുള്ളിക്കാരൻ്റെ ഫോളോവേഴ്സൊക്കെ യൂസ് ചെയ്ത് കുറേ പെൺകുട്ടികളെ ഇതേപോലെ വലയെ വീഴ്ത്തിയിട്ട് അവരുടെ അതായത് മോശമായ വീഡിയോസ് പുള്ളിക്കാരൻ്റെ ഫോണിലെടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് പുള്ളിക്കാരൻ ഇട്ടത്. ഏകദേശം 3 മിനിറ്റ് വീഡിയോ ഉള്ള ഇട്ട്. സാധാരണ ഈ ലൈഫ് ഓഫ് ഹക്കീമിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ പണ്ടൊക്കെ പുള്ളിക്കാരൻ ജെന്യൂനായിട്ടായിരുന്നു കേസൊക്കെ തപ്പിയിട്ടായിരുന്നു പുള്ളിക്കാരൻ ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റീസെൻ്റ്ലി പുള്ളിക്കാരൻ്റെ ആ ഒരു പേര് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി ഇതേപോലത്തെ വല്ല ഉടായ്പ കേസ് വല്ല ആയിരിക്കും എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചുമ്മാ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഫേക്കായിട്ട് തോന്നിയില്ല. അതായത് ഞാനിപ്പോൾ ഒരാളുടെ സൈഡ് മാത്രം പിടിച്ച് പറയുന്നതല്ല. ഞാനിപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വീഡിയോ പിച്ച് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കുറച്ച് പ്രൂഫായിട്ടാണ് കാണിച്ചത്. അത് കംപ്ലീറ്റ്ലി ബ്ലറായിട്ടാണ് കാണിച്ചത്. അത് കുറേ വീഡിയോസ് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു കണ്ടൻറ്റാണത്. അപ്പോൾ പുള്ളിക്കാരൻ അത് ഭയങ്കര ബ്ലർ ചെയ്ത് ഇങ്ങനെ ഇതേപോലെ കാണിക്കുന്നുണ്ട്. ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നൊക്കെ രീതിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് മെയിനായിട്ടൊരു ട്വിസ്റ്റ് വന്നത് പുള്ളിക്കാരൻ ട്രാപ്പിൽ വീണ ഒരു പെൺകുട്ടി രംഗത്ത് വന്ന് ഇതേപോലെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വേറെ കുറേ പെൺകുട്ടികൾ വീഡിയോസായിട്ട് വന്നു. അതിന് ഈ പുള്ളിക്കാരനെതിരെ സംസാരിച്ചൊരു വീഡിയോ ആയിട്ട് വന്നു. അതിനുശേഷം ഈ മോഡൽ പുള്ളിക്കാരൻ്റെ ചാനലിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് അതൊക്കെ AI ജനറേറ്റഡ് ആണ്, ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഈ പുള്ളിക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസ് ഓൺ ഗോയിങ് ആണ്, 2 ദിവസത്തിനുള്ളിൽ റിപ്ലൈ തരും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ്റെ സൈഡിൽ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞാൽ അതൊക്കെ വെളുപ്പിക്കാനുള്ള പരിപാടിയാണ്, ഹക്കീം പറയുന്നതാണ് ശരിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ഒഫീഷ്യൽ നമുക്കൊരു അത് AI ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഇതേപോലത്തെ എനിക്ക് ഒറ്റ ഡൗട്ടേ ഉള്ളൂ. അത് ഇതേപോലത്തെ ഒരു കേസ് വന്നു, പെൺകുട്ടികൾക്ക് ഇതേപോലത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് അങ്ങ് ഡയറക്റ്റായിട്ട് പോലീസിൽ പോയി അങ്ങ് പരാതിപ്പെട്ടാൽ പോലും, അതായത് ഇതേപോലെ എന്നെ അതായത് വിവാഹ വാഗ്ദാനം തന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു കേസ് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യത്തില്ലേ? അല്ല ഇതേപോലത്തെ, അതായത് ശരിക്കും പറഞ്ഞാൽ മറ്റേ എൻ്റെ കേസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് പ്യുവർ പുള്ളിക്കാരൻ്റെ ആ പുള്ളിക്കാരൻ പറയുന്നത് സത്യമാണെങ്കിൽ ആ ഫോണിൽ തപ്പിക്കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. അതായത് ഒരു ഫുൾ മറ്റേ സാധനം തന്നെയാണ്. അതായത് മറ്റേ ആ പെൺകുട്ടികളായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു വീഡിയോ ആയിട്ട് പുള്ളിക്കാരൻ ഫുൾ ആ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്നല്ല, പല ടൈപ്പായിട്ടുള്ള ആൾക്കാരുമായിട്ട് കുറേ ടൈപ്പ് ഗേൾസുമായിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അത് ഒരു പെൺകൊച്ച് പുള്ളിക്കാരി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പെങ്കൊച്ചിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പം അതിനെ റെസ്പോണ്ട് ചെയ്തിട്ട് ഒരാളെന്നോട് ഞാൻ ആരാന്ന് പറയുന്നില്ല, ഒരാളെന്നോട് ചോദിച്ചു, നീ എന്തിനാണ് റിപ്ലൈ ചെയ്തത്, അതുകൊണ്ടല്ലേ നിനക്ക് അങ്ങനത്തെ മെസ്സേജ് വന്നതെന്ന്. ഗൈസ്, ഞാൻ ആദ്യം ഈ പുള്ളിനെ മീറ്റ് ചെയ്യുന്നത് തന്നെ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് പുള്ളിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് അത് കഴിഞ്ഞിട്ട് നേരിട്ട് കണ്ടു, ഓക്കെ ബൈ അത്രേ ഉള്ളൂ. അവിടെ ആ കോൺടാക്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ജനുവരി 9 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എനിക്ക് പുള്ളി ബർത്ത്ഡേ വിഷ് ചെയ്തു. അന്നാണ് ഞങ്ങൾ പിന്നെ ചാറ്റ് തുടങ്ങി വന്നു. പുള്ളിയാണ് എനിക്ക് ഇങ്ങോട്ട് വന്ന് മെസ്സേജ് ഹൈ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഹായ് സാർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് കാണിക്കാം. എന്നിട്ട് പുള്ളി എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തപ്പോൾ ഞാൻ ഓക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞാൽ മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. ആ സ്റ്റോറി സ്ക്രീൻഷോട്ട് ചെയ്തിട്ടാണ് എനിക്ക് മെസ്സേജ് നൈസ് ടിപ്സ് എന്ന് പറഞ്ഞു. ഞാൻ ആകെ ഉണ്ടായ കോൺവെർസേഷൻ ഇതാണ്. സോ ഇതിൽ എന്താണ് ഞാൻ ബാഡായിട്ടൊന്നും ഞാൻ പെരുമാറിയിട്ടില്ല അങ്ങോട്ടേക്ക്. ഞാനൊന്നും നിന്ന് കൊടുത്തിട്ടില്ല. എന്നിട്ട് പുള്ളി എനിക്ക് ഇങ്ങനെ ഒന്ന് മെസ്സേജ് അയച്ചത്. അപ്പോൾ നിങ്ങൾ അത് ജഡ്ജ് ചെയ്യാതെ കേട്ടോ. ഇപ്പം പല ആളുകൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് കുറേ റിക്വസ്റ്റ് മെസ്സേജ് ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്യാറില്ല. പുള്ളി എന്തോ കൊമ്പത്തെ ആളാണ്, ഇൻസ്റ്ററിൻ്റെ ആണ്, അങ്ങനത്തെ രീതിയിൽ പിന്നെ എനിക്ക് നേരിട്ട് പേഴ്സണലി അറിയാമെന്ന് മാത്രമേ റിപ്ലൈ ചെയ്യൂ. പക്ഷേ എൻ്റെ വിചാരം നമ്മളിതിനൊക്കെ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ മെസ്സേജ് വരുന്നതെന്ന്. ഞാൻ ഓൾറെഡി തൊട്ടുമെടുത്ത സ്റ്റോറിയിൽ പറയുന്നുണ്ട്. എനിക്ക് ആദ്യമേ ഇങ്ങോട്ടേക്ക് വന്ന മെസ്സേജ് അയച്ചതിന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് വിഷ് ചെയ്ത് മെസ്സേജ് ഞാൻ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്ത് താങ്ക് യു പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു. എനിക്ക് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആണ് പറഞ്ഞത് നൈസ് ലിപ്സ് എന്ന് പറഞ്ഞു. നൈസ് ലിപ്സ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. അതെന്ത് കറക്റ്റ് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് ഒരുമാതിരി മെസ്സേജോട് എനിക്ക് തോന്നി. പിന്നെ എപ്പോഴും ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കണം. ഞാൻ ജസ്റ്റ് എനിക്ക് വിഷയം ഞാൻ ജസ്റ്റ് താങ്ക് യു മാത്രം പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് ഡേ തന്നെ എനിക്കൊരു 13 മെസ്സേജ് വന്നു. അപ്പോൾ അതെന്ത് ഞാൻ നിന്ന് കൊടുക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കുറേ ഗേൾസിനും സെക്സ്വലി ആയിട്ടുള്ള കുറേ മെസ്സേജസും ഒക്കെ വരുന്നതും ഈ പെൺകുട്ടി ബേസിക്കലി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പുള്ളിക്കാരൻ്റെ ഈ വീഡിയോ ഇറങ്ങിയ ശേഷം, ലൈഫ് ഓഫ് ഹക്കീമിൻ്റെ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പെൺകൊച്ചുങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അതായത് ഇവർ നിന്ന് കൊടുത്തിട്ടില്ല, ഇതേപോലത്തെ മെസ്സേജ് വരുമ്പോൾ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മറുപടികൾക്ക് ഈ വേറൊരു പെൺകൊച്ച് വന്നപ്പോൾ പറഞ്ഞു, അതായത് ഇതേപോലെ ഈ പുള്ളിക്കാരൻ ഇതേപോലെ മെസ്സേജ് അയച്ചത് പുള്ളിക്കാരുടെ ബർത്ത്ഡേ ഇതേപോലെ വിഷ് ചെയ്ത സമയത്ത് നമ്മുടെ ബർത്ത്ഡേ ആര് വിഷ് ചെയ്താലും നമ്മൾ എന്താ തിരിച്ച് താങ്ക് യു എന്നല്ലേ പറയല്ല. ആ മെസ്സേജ് പിടിച്ച് കയറി പുള്ളിക്കാരൻ ഇതേപോലെ ഫ്ലോട്ടിംഗ് ടൈപ്പായിട്ടുള്ള മെസ്സേജ് ഇതേപോലെയാണ് എല്ലാ പെൺകുട്ടികളുടെ അടുത്ത് വന്നത്. അങ്ങനെ റിലേഷൻ ബിൽഡ് ചെയ്താണ് പുള്ളിക്കാരൻ നോർമലി ചെയ്യുന്നത്.
അപ്പോൾ ഇന്നത്തെ പുള്ളിക്കാരൻ, അതായത് ഈ നമ്മുടെ ഈ പറഞ്ഞ ഈ മോഡൽ പുള്ളിക്കാരൻ്റെ ചാനലിൽ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പുള്ളിക്കാരൻ ഈ വീഡിയോസൊക്കെ കണ്ട് പുള്ളിക്കാരനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ബേസിക്കലി പുള്ളി കംപ്ലൈൻറ്റിൽ പറയുന്നത്. അത് പുള്ളിക്കാരൻ ഈ വീഡിയോസും അതായത് 50,000 രൂപ തരണം, തന്നില്ലെങ്കിൽ ഇതൊക്കെ ലീക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട്, അതായത് ഈ മോഡലിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ജെന്യൂനായിട്ട് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരൻ പറഞ്ഞാൽ അതൊക്കെ AI ജനറേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, AI ജനറേറ്റഡ് ആയിക്കോട്ടെ, അത് ആ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. അതായത് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാനത് കണക്കിലെടുക്കുന്നില്ല. പക്ഷേ അതായത് ഈ പുള്ളിക്കാരൻ്റെ കൂടെ ചേർന്ന് നിന്ന് എടുത്ത ഒരു ഫോട്ടോ എടുത്തൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി രംഗത്ത് വന്ന് ഇത് ഉള്ള കാര്യങ്ങൾ സത്യാവസ്ഥ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ കുറേ പെൺകുട്ടികളും ഇതേപോലെ വന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഇതേപോലെ നേരിട്ട് വന്ന് ഇതേപോലെ മോശമാണ്, ഈ പുള്ളിക്കാരൻ ശരിയല്ലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ലല്ലോ. അതേ ഉള്ളൂ. എന്തായാലും ഞാനിപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോട്ടോസോ ഇതൊന്നും ഞാൻ ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആ പുള്ളിക്കാരൻ്റെ ഇത് കാണണമെങ്കിൽ മറ്റേ ലൈഫ് ഓഫ് ഹക്കീമോ എൻ്റെ ഗ്യാസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജും ഉണ്ട്. പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിന് ശേഷം ഈ ലൈഫ് ഓഫ് ഹക്കീം വേറൊരു സ്റ്റോറി ആയിട്ട് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അങ്ങനെ പെൺകുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് പറയും. പിന്നെ ഇതൊരു പ്രശ്നമായിട്ട് മാറുമ്പോൾ അസ്സലാമു അലൈക്കും, നമ്മളൊന്നും അറിയില്ല, ഇത് ചെയ്യരുത്, നമ്മൾ ഐഡന്റിറ്റി പുറത്തു വരരുത് എന്നാ പറയാം. ഇതിലും കുറെ പേര് ഐഡന്റിറ്റി പുറത്തു വരരുത് എന്നുള്ള ആഗ്രഹത്തിൽ പറഞ്ഞവരുണ്ട് കേട്ടോ. ബട്ട് രണ്ട് ആളുകൾ ശരിക്കും അടിപൊളിയാണ്, ഉഷാർ, അങ്ങനെ വേണം എല്ലാവരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മീൻസ് ഇവൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നാട്ടുകാർക്ക് അറിയാൻ പറ്റും. അപ്പൊ അധികാരം ചതി പോയി പെടില്ല, പെടേണ്ടവർ പെടും, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി പെട്ടോട്ടെ. പക്ഷെ നിർബന്ധമില്ലാതെ പോയി പെടുന്നവർ. ഇവിടെ ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ സെക്സ്റ്റ് ചെയ്തതോ മോശമായിട്ട് ടെക്സ്റ്റ് ചെയ്തതോ ഇത് നല്ല വിഷയം. ഒരു ഫോൾഡറിനകത്ത് നിറയെ പക്ക പോണാണ്, മനസ്സിലായോ? നമ്മള് ഗൂഗിളിൽ സൈറ്റിൽ കാണുന്ന കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് ഒരു ഫോൾഡറിനകത്ത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ എനിക്കറിയുന്ന 2 ഇൻഫ്ലുവൻസേഴ്സിന് ഞാൻ വൺ സൈഡ് അയച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ച കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയുന്ന ആരെങ്കിലും ഉണ്ടാവുമോ അതിലെന്നാണ്. കാരണം അത്ര ഭീകരമാണ് ആ ഒരു ഫോൾഡർ. ഒരുപാട് കുട്ടികളുള്ള, എന്താ പറയാ, നമുക്ക് പറയാൻ പറ്റില്ല, അതില് പലർക്കും അറിയുന്ന പലരും ഉണ്ടാവും. അത്രത്തോളം കുട്ടികളുണ്ട് അതില് ഓരോ വീഡിയോ. യെസ്, ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഹക്കീം ചെയ്തതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പോസിങ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ ഈ പുള്ളിക്കാരൻ്റെ ഫേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഇതേപോലത്തെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതേപോലെ ഈ വീഡിയോസൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള പെൺകുട്ടികളുടെ ഇതേപോലെ പൈസ തട്ടുന്നു, അത് വലിയൊരു ക്രൈമാണ്. അപ്പോൾ ഈ ഇന്നസെൻ്റായി വരുന്ന പെൺകുട്ടികൾക്ക് ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ പ്രതീക്ഷയായിരിക്കും വരുന്നത്. ഈ മോഡലിംഗ് ഫീൽഡിൽ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പ്രതീക്ഷയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട്ലി ചാറ്റായിട്ട് വരുമ്പോൾ ഇവർക്കറിയില്ലല്ലോ ഈ പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയില്ലോ. അപ്പോൾ ഇതേപോലെയുള്ള ഇത് കാണുന്ന സമയത്ത് ആരെങ്കിലും ഒരു 2-3 പെൺകുട്ടികൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. അത് എനിക്ക് തോന്നി നല്ലൊരു കാര്യമാണ് ചെയ്തത്. അത് ഇതേപോലത്തെ വേറൊരു പെൺകുട്ടി ഇതേപോലെ ട്രാപ്പിൽ വിരാതിരിക്കാൻ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പുള്ളിക്കാരൻ മാരീഡാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ വൈഫൊക്കെ എന്തോ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഈ പുള്ളിക്കാരൻ ഡിവോഴ്സ്ഡ് ആയിരുന്നു. അതിനുശേഷം ഈ പുള്ളിക്കാരൻ്റെ വൈഫും കുറേ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോഴത്തേക്കും മറ്റേ പുള്ളിക്കാരൻ പറയുന്നതിൽ ചെറിയ കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇനി എന്തായാലും അറിയാം, പുള്ളിക്കാരൻ്റെ ആ വീഡിയോയുടെ അടിയിൽ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഇതൊക്കെ ഫേക്കാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, അത് പുള്ളിക്കാരൻ്റെ സൈഡ്, 2 സൈഡും കേൾക്കണം എന്നല്ലോ, ഒരു സൈഡ് മാത്രമല്ല മറ്റേ സൈഡും കേൾക്കണം എന്നാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ഇനി എന്താ പറയേണ്ടതെന്ന് അതും കൂടെ ഒന്ന് കേൾക്കേണ്ടി വരും. എന്തായാലും ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു ഇഷ്യൂ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടൊരു ഇഷ്യൂ ആണ്. അതായത് ഈ പുള്ളിക്കാരൻ ഇതേപോലത്തെ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ട ഒരാൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്ന് വെച്ചാൽ ഇന്നസെൻ്റ് ആയിട്ട് കുറേ പെൺകുട്ടികൾ ഇതേപോലെ ഈ ട്രാപ്പിൽ വീണിട്ട് ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്ന സമയത്ത് പൈസ അയച്ചു കൊടുക്കാനുള്ള വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കുറേ പേർക്ക് ഇതേപോലെ ബോൾഡായിട്ട് ഇതേപോലെ നേരിട്ട് ഒന്ന് പറയണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിന് ഇവൻ പറയുന്ന ഇപ്പോൾ 50,000 രൂപയാണെങ്കിൽ 50,000 രൂപ, 60,000 രൂപ അയച്ചു കൊടുക്കാല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇതേപോലെ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താ ഓപ്ഷൻ? പോലീസിൽ പരാതി ചിലപ്പോൾ ആ ഒരു ധൈര്യം കാണത്തില്ലായിരിക്കും കുറേ പെൺകുട്ടികൾക്ക്. ആ ധൈര്യമുള്ള പെൺകുട്ടികൾ ഇതേപോലെ വന്ന് പറഞ്ഞു, ഇതേപോലെ കുറേ പ്രശ്നമുണ്ട്, ഇത് എക്സ്പോസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വിവാഹ വാഗ്ദാനം തന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കണം.
കുറേ പേര് വന്നിട്ട് നമ്മുടെ ഫേസ് കൊടുക്കണം, നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പരാതി ചെയ്യാൻ പറ്റും. അതൊക്കെ വലിയ മെനക്കെട്ട പണിയൊന്നുമില്ല, ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്യാം. അത് പറഞ്ഞ് അപ്പം തന്നെ കേസൊക്കെ രജിസ്റ്റർ ചെയ്യുക, FIR എന്തായാലും രജിസ്റ്റർ ചെയ്യേ പറ്റൂ. അതൊക്കെ ഭയങ്കര സീരിയസ് ക്രൈമാണ്. അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരൻ എന്തോ പറയുമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം.